പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2020 ഡിസംബർ മാസം 25 ആമേൻ വെള്ളിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ സർവശക്തനായ നമ്മുടെ സ്വർഗീയ പിതാവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല അവസരങ്ങൾക്കായിട്ട് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. നമ്മുടെ കരങ്ങളൊക്കെ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. കർത്താവ് ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കരുത്. ഈ പ്രഭാതി പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരുമിച്ച് നമ്മുടെ കർത്താവ് നമ്മൾക്ക് ചെയ്ത ഉപകാരങ്ങൾക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. നമ്മളെ നടത്തിയ വിധങ്ങൾക്കായിട്ട്, പരിപാലിച്ച വിധങ്ങൾക്കായിട്ട്, സൂക്ഷിച്ച വിധങ്ങൾക്കായിട്ട്, സംരക്ഷിച്ച വിധങ്ങൾക്കായിട്ട് ഒക്കെ കർത്താവിന് സ്തോത്രം ചെയ്യാം. എല്ലാവരും അധരങ്ങളെ തുറന്ന് കർത്താവിന് നന്ദി പറഞ്ഞ് കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചതിനായിട്ട് കരങ്ങൾ ഉയർത്തി സ്തോത്രം പറഞ്ഞാണ്ട് ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ രാത്രി നമുക്ക് നല്ല ഉറക്കം തന്നതിനായിട്ട് കരങ്ങളെ ഉയർത്തി സ്തോത്രം പറഞ്ഞാണ്ട് സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ ഈ പ്രഭാതത്തിൽ നമ്മളെ ഉണർത്തിയ ദൈവത്തിൻ്റെ വൻ കൃപകൾക്കായിട്ട് നമുക്ക് ഒരുമിച്ച് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം. ആരും മൗനമായിരിക്കരുത് കേട്ടോ. എല്ലാവരും കർത്താവിന് സ്തോത്രം പറയണം. ആരും മിണ്ടാതിരുന്ന് സമയം കളയല്ലേ. അവൻ വാ തുറന്ന് കർത്താവിനോട് സ്തോത്രം പറഞ്ഞാട്ട് നടത്തിയ വിധങ്ങൾക്കായിട്ട്, പരിപാലിച്ച വിധങ്ങൾക്കായിട്ട് ഈ 25 പ്രഭാതത്തിൽ കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ട് ഹല്ലേലൂയ. 124 സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ, മനുഷ്യർ നമ്മോട് എതിർത്തപ്പോൾ യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ, അവരുടെ കോപം നമ്മുടെ നേരെ ജ്വലിച്ചപ്പോൾ അവർ നമ്മെ ജീവനോടെ വിഴുങ്ങിക്കളയുമായിരുന്നു. അവൻ വെള്ളം നമ്മെ ഒഴുക്കിക്കളയുമായിരുന്നു. നദി നമ്മുടെ പ്രാണന് മീതെ കവിയുമായിരുന്നു. പൊങ്ങിയിരുന്ന വെള്ളം നമ്മുടെ പ്രാണന് മീതെ കവിയുമായിരുന്നു. ആമേൻ. സ്തോത്രം. ആമേൻ. നമ്മുടെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയുടെ നാമത്തിൽ ഇരിക്കുന്നു. ആമേൻ. അതേ പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മുടെ കൂടെ ഇല്ലായിരുന്നുവെങ്കിൽ, കർത്താവ് നമ്മളെ സഹായിച്ചില്ലായിരുന്നെങ്കിൽ, കർത്താവ് നമ്മളെ പുലർത്തിയില്ലായിരുന്നെങ്കിൽ, കർത്താവ് നമ്മുടെ കൈ പിടിച്ചില്ലായിരുന്നു എങ്കിൽ, ഈ കഴിഞ്ഞ കാല ജീവിതത്തിൽ വന്ന പല പ്രതികൂലങ്ങളുടെ നടുവിലും നമ്മൾ ഒഴുകിപ്പോകാമായിരുന്നു, നശിച്ചു പോകാമായിരുന്നു, താളടിയാകി പോകാമായിരുന്നു. എന്നാൽ കർത്താവ് നമ്മുടെ പക്ഷത്തുണ്ടായിരുന്നത് കൊണ്ടാണ് നമ്മൾ നിലനിന്നത്. ആ ബോധമുണ്ടെങ്കിൽ ആ കരമൊന്ന് ഉയർത്തിയിട്ട് ഒന്നുകൂടെ സ്തോത്രം പറ. യെസ് ലോർഡ്, അങ്ങ് പക്ഷത്തുണ്ടായിരുന്നത് കൊണ്ടാണ്, അങ്ങ് കൈപിടിച്ച് നടത്തിയത് കൊണ്ടാണ്, അങ്ങ് പുലർത്തിയത് കൊണ്ടാ. ഇല്ലെങ്കിൽ ഞാൻ നശിച്ചു പോയേനെ. കർത്താവെ, അങ്ങയുടെ കൃപയെ ഓർക്കുമ്പോൾ അങ്ങേക്ക് നന്ദി എന്ന് പറയുവാൻ ഇന്ന് പ്രഭാതത്തിൽ എത്ര പേരുണ്ട്? അങ്ങയുടെ കൃപയെന്ന് പറയുമ്പോൾ കർത്താവെ, അങ്ങ് അതിനെ നടത്തിയെന്ന് പറയുവാൻ എത്ര പേർ ഈ പ്രഭാതത്തിലുണ്ട്? പ്രിയപ്പെട്ടവരെ, സന്തോഷത്തോടെ കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സന്തോഷത്തോടെ കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം. നന്ദിയോടെ സ്തോത്രം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് ഞങ്ങൾ സ്തോത്രം പറയുന്നു. രാത്രി ഞങ്ങൾക്ക് തന്ന നല്ല ഉറക്കത്തിനായിട്ട് സ്തോത്രം അപ്പ. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ആമേൻ 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 ഈ പ്രഭാതത്തിൽ ഉണരുവാൻ കർത്താവ് സഹായിച്ചല്ലോ. അപ്പം കഴിഞ്ഞ പകൽ ഞങ്ങളെ കാത്തുപരിപാലിച്ചതിന് സ്തോത്രം. രാത്രി നല്ല ഉറക്കം തന്നതിന് സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഞങ്ങളെ ഉണർത്തിയിരിക്കുന്ന കൃപകൾക്കായിട്ടും സ്തോത്രം. അപ്പോൾ ഈ പകൽക്കാലം അങ്ങയുടെ കരങ്ങളിലേക്ക് അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ പകൽക്കാലം ജയകരമായി അങ്ങ് ഞങ്ങളെ നടത്തുന്ന കൃപകൾക്കായി സ്തോത്രം. ഞങ്ങളെ ജയോത്സവമായി നടത്തുന്ന ഞങ്ങളുടെ പിതാവിന് നന്ദി പറയുന്നു. ഇത്രത്തോളം യഹോവ ഞങ്ങളെ സഹായിച്ചു. ഇത്രത്തോളം ഞങ്ങളുടെ കർത്താവ് ഞങ്ങളെ പുലർത്തി. അങ്ങയുടെ വിശ്വസ്തതയ്ക്കായിട്ട്, അങ്ങയുടെ കരുണയ്ക്കായിട്ട്, അങ്ങയുടെ സ്നേഹത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ അപ്പ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ 25 പ്രഭാതത്തിൽ ഞങ്ങൾ ആ പൊന്മുഖത്തേക്ക് നോക്കുക. കർത്താവെ, കഴിഞ്ഞ പകൽക്കാലം ഞങ്ങളെ കാത്തു പരിപാലിച്ചല്ലോ. സ്തോത്രം. രാത്രി നല്ല ഉറക്കം തന്നല്ലോ. സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഞങ്ങളെ ഉണർത്തിയല്ലോ. സ്തോത്രം. ഈ പകൽക്കാലം ഞങ്ങളെ ജയകരമായി നടത്തുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് അപ്പോൾ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്ക് വേണ്ടി ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുക കർത്താവെ. അപ്പോൾ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണം. അവരുടെ ആവശ്യങ്ങളിൽ അങ്ങയുടെ കൃപ കൂടെ ഇരിക്കണം. അനർത്ഥങ്ങൾ, അപകടങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ, കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ നോക്കുകയും അങ്ങ് എല്ലാവരെയും വിടുവിച്ച് അങ്ങ് പരിപാലിച്ച് സൂക്ഷിച്ച് നടത്തുന്ന ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ. പ്രത്യേകിച്ച് ഹല്ലേലൂയ, ഈ പ്രഭാതി രോഗികളായിരിക്കുന്നവരുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ അടിപ്പിണരാലുള്ള സൗഖ്യം ഇന്ന് പകൽക്കാലം ഈ പ്രഭാത സമയത്ത് കർത്താവെ അങ്ങ് ഞങ്ങളിലേക്ക് റിലീസ് ചെയ്തിരിക്കുന്നതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ രോഗികളും
രോഗികളും യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ രോഗത്തിനും അങ്ങ് നല്ല വൈദ്യനാണ്. ഇന്ന് രാത്രി ഈ പ്രഭാതത്തിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ജീവൻ വ്യാപരിക്കട്ടെ, ജീവൻ വ്യാപരിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ജീവൻ വ്യാപരിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ശരീരത്തിലേക്ക് ജീവൻ വ്യാപരിക്കട്ടെ. ആരോഗ്യത്തോടെ എഴുന്നേൽക്കട്ടെ. എഴുന്നേൽപ്പാൻ കഴിയാതെ കിടക്കുന്നവർ, ആമേൻ, സ്തോത്രം, തളർന്നു കിടക്കുന്നവർ, ഹല്ലേലൂയ, സ്തോത്രം, ക്ഷീണിച്ചു കിടക്കുന്നവർ, ഇന്ന് പകൽക്കാലം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേൽക്കട്ടെ. പൂർണ്ണ ആരോഗ്യത്തോടെ കർത്താവെ അങ്ങ് എഴുന്നേൽപ്പിക്കുന്നതിനായിട്ട് സ്തോത്രം. അങ്ങ് അത്ഭുത മന്ത്രിയാകിയാൽ സ്തോത്രം. അങ്ങ് സൗഖ്യമാക്കുന്ന യഹോവയാകിയാൽ സ്തോത്രം. അങ്ങ് വിടുവിക്കുന്ന കർത്താവാകിയാൽ സ്തോത്രം. അങ്ങ് വിടുതൽ കൊടുത്തിരിക്കുന്നതിനായിട്ട് സ്തോത്രം. അപ്പോൾ ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കുന്നു. അതുപോലെ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ, ജോലി വിഷയങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുന്നവർ അങ്ങ് വിടുവിക്കണമേ. കുടുംബജീവിതത്തിൽ സമാധാനമില്ലാതെ, സ്വസ്ഥതയില്ലാതെ കടന്നു പോകുന്നവർ അതിനകത്തുനിന്ന് കർത്താവ് വിടുവിക്കണമേ. കുടുംബത്തിനകത്ത് സ്വസ്ഥതയും സമാധാനവും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. കർത്താവെ, താമസിക്കുന്ന ദേശങ്ങളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ കൃപയിൽ പൊതിയണമേ. ഇന്നും ഫ്രൈഡേ ആണല്ലോ, മിഡിൽ ഈസ്റ്റിൽ ആരാധനയുള്ള ദിവസമല്ലേ. കർത്താവിൻ്റെ വലിയ മഹത്വം മിഡിൽ ഈസ്റ്റിൽ വ്യാപരിപ്പാൻ ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും ഒരിക്കലൂടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഇവരുടെ കുടുംബജീവിതം, ഇവരുടെ ജോലി സ്ഥലങ്ങൾ, ഇവരുടെ കുഞ്ഞുങ്ങൾ എല്ലാം അനുഗ്രഹം പൂർണ്ണമായി തീരട്ടെ. പ്രാർത്ഥന കേട്ട കൃപകൾക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമീൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപയും സമാധാനം നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വർദ്ധിച്ച് പെരുകി പെരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെ 15ാമത്തെ പകൽക്കാലമാണ് ഇന്ന്. കർത്താവ് നമ്മളെ ഇത്രത്തോളം കൊണ്ടുവന്ന കൃപകൾക്കായിട്ട് സ്തോത്രം ചെയ്യാം. ഇന്ന് വായിക്കേണ്ട വേദഭാഗം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ലൂക്കോസിൻ്റെ സുവിശേഷം 18 മുതൽ 21 വരെയും, അപ്പോസ്തലപ്രവൃത്തി 20-ാം അധ്യായവും, 2 തീമോഥെയോസ് 1 മുതൽ 4 വരെയുള്ള അധ്യായങ്ങൾ, വെളിപ്പാടിൻ്റെ പുസ്തകം 16-ാം അധ്യായമാണ്. അപ്പം ഇത്രയുമാണ് ഇന്ന് പ്രഭാതത്തിൽ ഈ പകൽക്കാലം നമ്മൾ വായിക്കേണ്ടത്. മറക്കരുത്, വായിക്കുന്ന കാര്യം വിട്ടുപോകരുത് എന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. കർത്താവ് അതിനുവേണ്ടി നിങ്ങളെ ഓരോരുത്തരെയും ഒരുക്കുമാറാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അതുപോലെ കൂടുതൽ സമയം പ്രാർത്ഥനയാലും ഉപവാസത്തിലും ആയിത്തീരുക. ഇന്ന് വെള്ളിയാഴ്ച, അടുത്ത വെള്ളിയാഴ്ച ജനുവരി മാസം 1 കർത്താവ് നമുക്ക് അനുവദിച്ച് തന്നാൽ ഇനി നമ്മുടെ മുമ്പിൽ ഈ ആഴ്ച തീരുവാൻ വെറും ചില ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നതിനും ഉപവസിക്കുന്നതിനും ഒരു ശകലം പോലും പിശുക്ക് കാണിക്കാതെ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുക, ഉപവസിക്കുക, മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിനും പുതുവർഷം പുതുശക്തിയോടെ കഴുകൻ ഉദിച്ചു കയറുന്നത് പോലെ, കഴുകൻ ചിറകടിച്ച് കയറുന്നത് പോലെ പുതുബലത്തോടെ കയറുവാൻ നിങ്ങളെ സഹായിക്കും. അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ, ഉപവസിക്കാൻ തയ്യാറാകുക. ഈ കഴിഞ്ഞ 2 ആഴ്ച ഉപവസിക്കാത്തവർ ഈ അവസാനത്തെ ആഴ്ചയെങ്കിലും പ്രാർത്ഥനയിലും ഉപവാസത്തിലും പങ്കെടുക്കണമെന്ന് സ്നേഹത്തോടെ, ഈ പറയുന്നതെല്ലാം നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയാണ്, നിങ്ങളുടെ പുതുവർഷത്തിന് വേണ്ടിയായി പറഞ്ഞു തരുന്നത് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ കർത്താവിനോട് ചേർന്നിരിക്കുകയും പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ഒക്കെ ചെയ്താൽ അടുത്ത നിങ്ങളുടെ വർഷമാണ് കൂടുതൽ ശക്തിയോടെ നിങ്ങൾ കയറാൻ പോകുന്നത്. ഓക്കെ, കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. 2 ദിനവൃത്താന്ത പുസ്തകം 20-ാം അധ്യായം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വളരെ വളരെ ചരിത്രപരമായ ഒരു സംഭവം നടന്ന പുസ്തകമാണ് 2 ദിനവൃത്താന്തം 20-ാം അധ്യായം. നമ്മൾ വായിക്കുന്നത് ഈ 15ാമത്തെ വാക്യമാണ്. അവൻ പറഞ്ഞതെന്നാൽ, യഹൂദ്യരൊക്കെയും യെരൂശലേം നിവാസികളും യഹോശാഫാത്ത് രാജാവുമായുള്ളവരെ കേട്ടുകൊള്ളുവീൻ. യഹോവ ഇപ്രകാരം നിങ്ങളോട് അരുളി ചെയ്യുന്നു, ഈ വലിയ സമൂഹ നിമിത്തം ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത്. യുദ്ധം നിങ്ങളുടേതല്ല, ദൈവത്തിൻ്റെതത്ര. നമുക്കറിയാം ചരിത്രം. അതായത് മോവാബ്യരും അമ്മോന്യരും അവരോടുകൂടെ എബ്യൂസരിൽ ചിലരും യഹോശഫാത്തിൻ്റെ നേരെ യുദ്ധത്തിനായിട്ട് വന്നു. ഇത് യഹോശഫാത്തിൻ്റെ ചെവിയിൽ ആരോ വന്ന് പറഞ്ഞു, വലിയൊരു ജനസമൂഹം കടലിനക്കരെ നിന്ന് ആരാമിൽ നിന്ന് നിന്റെ നേരെ വരുന്നു എന്ന് യഹോശഫാത്തിനോട് ഇൻഫർമേഷൻ കിട്ടിയപ്പോൾ യഹോശഫാത്ത് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, യഹോശഫാത്ത് ഭയപ്പെട്ടു. ഈ ജനസമൂഹം വരുന്നു എന്ന് കേട്ടപ്പോൾ ഈ രാജാവ് ഭയപ്പെട്ടിട്ട് എന്ത് ചെയ്തു? യഹോവയെ അന്വേഷിപ്പാൻ താല്പര്യപ്പെട്ടു. ദേശത്തെല്ലായിടത്തും ഒരു ഉപവാസം അങ്ങോട്ട് പ്രഖ്യാപിച്ചു. യഹോവയെ അന്വേഷിപ്പാൻ ആഗ്രഹിച്ചു, അല്ലെങ്കിൽ കർത്താവിൻ്റെ മുഖം അന്വേഷിക്കുവാൻ ആഗ്രഹിച്ചു. പ്രിയപ്പെട്ടവരെ, ഇതൊരു മർമ്മപ്രധാനമായ കാര്യം. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുടെ നടുവിലാണെങ്കിലും കർത്താവിനെ അന്വേഷിക്കണം. ഏത് പ്രശ്നത്തിൻ്റെ നടുവിലും കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കണം. സന്തോഷമുള്ളപ്പോൾ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കണം. പ്രശ്നങ്ങളുടെ നടുവിലൂടെ കടന്നു പോകുമ്പോഴും കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കണം. ആ മുഖത്തേക്ക് നോക്കിയാൽ ഡെഫിനറ്റ്ലി അവിടുന്ന് ഒരു സൊല്യൂഷൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ ഏതെങ്കിലും പ്രശ്നത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണോ, കർത്താവിലേക്ക് നോക്കിയാട്ട് കർത്താവ് വഴി പറഞ്ഞു തരും. അപ്പം ഇവരൊക്കെ എന്ത് ചെയ്തു? ഉപവാസം പ്രസിദ്ധം ചെയ്തു.
എന്നിട്ട് പ്രാർത്ഥന ആരംഭിച്ചു. ഇവരെല്ലാം കൂടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങ് ആർക്കും എതിർപ്പാൻ കഴിയാത്ത ശക്തിയും പരാക്രമമുള്ള ദൈവമാണല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് 12ാമത്തെ വാക്യം വളരെ ഇമ്പോർട്ടൻ്റ്, അടിവരയിട്ട് ഇന്ന് കേൾക്കണം. ഞങ്ങളുടെ ദൈവമേ, നീ അവരെ ന്യായം വിധിക്കുകയില്ലയോ? ഞങ്ങളുടെ നേരെ വരുന്ന ഈ വലിയ സമൂഹത്തോട് എതിർപ്പാൻ നിങ്ങൾക്ക് ശക്തിയില്ല. ശരിക്കും പറഞ്ഞാൽ ദൈവത്തെ നമ്മുടെ സാഹചര്യത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള എളുപ്പ വഴിയായത്. കർത്താവെ, ഈ വരുന്ന വലിയ സമൂഹത്തോട് എതിർപ്പാൻ, ഈ വലിയ പ്രശ്നത്തോട് എതിർത്ത് നിൽക്കുവാൻ, ഈ വലിയ രോഗത്തെ ചെറുത്ത് നിൽക്കുവാൻ, ഈ വലിയ മഹാമാരിയെ എതിർത്ത് നിൽക്കുവാൻ, അല്ലെങ്കിൽ ഈ വലിയ പ്രതിസന്ധിയെ കൈകാര്യം ചെയ്യുവാൻ എനിക്ക് ശക്തിയില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ശക്തിയില്ല. കുടുംബമായിട്ട് പ്രാർത്ഥിക്കാം, വ്യക്തിയായിട്ട് പ്രാർത്ഥിക്കാം, സഭയായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾക്ക് ശക്തിയില്ല. ഞങ്ങളുടെ നേരെ വരുന്ന ഈ വലിയ പ്രതിസന്ധി ഉണ്ടല്ലോ, ഈ വലിയ പ്രശ്നമുണ്ടല്ലോ, അല്ലെങ്കിൽ ഈ ഡോക്ടറിൻ്റെ റിപ്പോർട്ടുണ്ടല്ലോ, വാട്ട് എവർ ഇറ്റ് ഈസ്, ഇതിനെ എതിർത്ത് നിൽക്കുവാൻ, അല്ലെ ഇതിനെ കൈകാര്യം ചെയ്യുവാൻ, ഇതിനോട് എതിർത്ത് നിൽക്കുവാനുള്ള ശക്തി ഞങ്ങൾക്കില്ല കർത്താവേ എന്ന് പറയുമ്പോൾ എന്തു ചെയ്യേണ്ടു എന്ന് അറിയുന്നതുമില്ല. യഹോശഫാത്തിന്റെ പ്രാർത്ഥനയാണ്. എങ്കിലും അപ്പം ഇത് എതിർത്ത് നിൽക്കാൻ ശക്തിയില്ല, ഞങ്ങൾക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന്, ഫർദർ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയാനും മേല. ഇതാണ് യഹോശഫാത്ത് പറഞ്ഞത്. കർത്താവേ, ഞങ്ങൾക്ക് ശക്തിയുമില്ല, മുന്നോട്ട് എങ്ങനെ പോകണമെന്ന് അറിയാനും മേല. ഇന്ന് പകൽക്കാലം അങ്ങനെ ഇരിക്കുന്നവർക്കാണ് ഈ ദൂത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളും ഇങ്ങനെ തന്നെ കർത്താവിനുള്ളൂ. കർത്താവെ, എനിക്കിത് ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവില്ല, കർത്താവെ, അറിവുമില്ല, ശക്തിയുമില്ല, കർത്താവെ, ഞാൻ എന്ത് ചെയ്യേണ്ടു? ഉടനെ എന്താ പറ്റിയത്? അവൻ എന്നിട്ട് പറയുക, ഇതൊന്നുമില്ല, കഴിവില്ല, ശക്തിയില്ല, അറിവില്ല, ബട്ട് ഞങ്ങളുടെ കണ്ണ് അങ്ങിലേക്ക് നോക്കിയിരിക്കുന്നു, ഞങ്ങളുടെ കണ്ണ് അങ്ങയിലേക്ക് നോക്കിയിരിക്കുന്നു. യഹോശഫാത്ത് പറയാ, പക്ഷെ ഞങ്ങളുടെ കണ്ണ് ആ പൊൻമുഖത്തേക്ക് നോക്കിയിരിക്കുന്നു. ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് കഴിവുമില്ല, ശക്തിയുമില്ല എന്ന് സമ്മതിച്ചിട്ട് ആ പൊൻമുഖത്തേക്ക് നോക്കി 2 കരവും ഉയർത്തി, അപ്പാ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ, അപ്പാ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരണമേ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമേ എന്ന് പറയുമ്പോൾ സ്വർഗത്തിൽ നിന്നും അവൻ്റെ കരം നമുക്ക് വേണ്ടി നീട്ടപ്പെടും. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അങ്ങനെ ഇവരൊക്കെ ഈ കുഞ്ഞുങ്ങളോടും ഭാര്യമാരോടും മക്കളോടും കൂടെ യഹോവയുടെ സന്നിധിയിൽ നിന്നു. അപ്പോൾ സഭാമധ്യേ വെച്ച് യഹോവയുടെ ആത്മാവ് ആസാഫിൻ്റെ പുത്രന്മാരിൽ ബഥാനിയാവിൻ്റെ മകനായ യേയീലിൻ്റെ മകനായ ബെനയാവിൻ്റെ മകനായ സക്രിയാവിൻ്റെ മകൻ യഹസിയേൽ എന്ന ലേവ്യൻ്റെ മേൽ വന്നു. കേട്ടോ, അവിടെ ഒരുത്തൻ്റെ മേൽ ഈ ദൈവത്തിൻ്റെ ആത്മാവ് വന്നിട്ട് പെട്ടെന്ന് ആലോചന പറഞ്ഞു കൊടുക്കുക. അവൻ പറഞ്ഞു എന്നാൽ, അവൻ യഹൂദരൊക്കെയും യെരൂശലേം നിവാസികളും യഹോശഫാത്ത് രാജാവുമായുള്ളവരെ നിങ്ങൾ കേട്ടുകൊള്ളുവിൻ. എന്നാ കേൾക്കാനാ പറഞ്ഞത്? യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഈ വലിയ സമൂഹം നിമിത്തം ഭയപ്പെടരുത്. എനിക്ക് കഴിവില്ല, എനിക്ക് ശക്തിയില്ല കർത്താവേ, എനിക്കിതിനെ കൈകാര്യം ചെയ്യാനുള്ള അറിവുമില്ല കർത്താവേ, എന്നാൽ എൻ്റെ കണ്ണ് അങ്ങയുടെ മുഖത്തേക്ക് നോക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ സ്വർഗത്തിലെ ദൈവം എന്നാ മറുപടി പറഞ്ഞ്, മോനെ, ഈ വലിയ സമൂഹത്തെ, ഈ വലിയ രോഗത്തെ കണ്ടുകൊണ്ട്, ഈ വലിയ കടഭാരത്തെ കണ്ടുകൊണ്ട്, ഈ വലിയ പ്രതിസന്ധിയെ കണ്ടുകൊണ്ട്, ഈ ജപ്തി നോട്ടീസിനെ കണ്ടുകൊണ്ട്, ഈ പ്രശ്നത്തെ കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ ഈ പ്രതിസന്ധിയെ കണ്ടുകൊണ്ട് നീ ഭയപ്പെടരുത്. നീ ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത്. ഭയപ്പെടുകയും വേണ്ട, ഭ്രമിക്കുകയും വേണ്ട, നിരാശപ്പെട്ട് തളർന്നു പോകണ്ട, ആകുലപ്പെട്ടു പോകണ്ട. യുദ്ധം നിങ്ങളുടേതല്ല, ദൈവത്തിൻ്റെതത്രേ. ഇന്ന് ഈ പ്രഭാതത്തിലും കർത്താവിൻ്റെ ആത്മാവ് നമുക്ക് പറയുന്ന ദൂതിത, യുദ്ധം നമുക്കുള്ളതല്ല, പ്രശ്നപരിഹാരം കർത്താവ്. നമ്മളിരുന്ന് കൈയിട്ട് അധ്വാനിക്കേണ്ട ആവശ്യമില്ല പ്രശ്നം പരിഹരിക്കാൻ. കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ആമേൻ. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതത്തിലേക്ക് നോക്കും, എൻ്റെ സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെ ഉണ്ടാക്കി യഹോവയിൽ നിന്ന് വരുന്നു. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് വിശ്വാസത്തോടെ പറയാൻ കഴിയും, കർത്താവേ, എന്നെ കൊണ്ട് കഴിവില്ല, എനിക്ക് ശക്തിയില്ല, എനിക്കിത് കൈകാര്യം ചെയ്യാനുള്ള അറിവുമില്ല, പക്ഷെ എൻ്റെ കണ്ണ് അങ്ങയുടെ മുഖത്തേക്ക് നോക്കിയിരിക്കുക. അങ്ങിലേക്ക് നോക്കിയോ പ്രകാശിതനായത് 34-ാം സങ്കീർത്തനത്തിൽ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് നോക്കിയിരിക്കുക. അപ്പം കർത്താവ് സ്വർഗത്തിൽ നിന്ന് വിളിച്ച് പറയും, മോളെ, ഈ പ്രശ്നത്തെ കണ്ട്, ഈ രോഗത്തെ കണ്ട്, ഈ പ്രതിസന്ധിയെ കണ്ട് നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല. യുദ്ധം യഹോവയ്ക്കുള്ളതാ, കൈകാര്യം ചെയ്യുന്ന ജോലി കർത്താവാ ചെയ്യുന്നത്. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ പ്രശ്നങ്ങളെ കർത്താവിൻ്റെ കയ്യിലോട്ട് കൊടുക്കുമ്പോൾ ഹല്ലേലൂയ, കർത്താവ് പറയും, ഐ വിൽ ഹാൻഡിൽ ഇറ്റ്, ഐ വിൽ ഫൈറ്റ് ഫോർ യു. ഇന്ന് പകൽക്കാലം ആ ഒരു ബോധ്യത്തോടെ പ്രിയപ്പെട്ടവരെ, പ്രശ്നങ്ങളുടെ മേൽ നിന്ന് കൈയെടുത്തിട്ട് പ്രശ്നങ്ങളെ കർത്താവിൻ്റെ കൈ വെച്ചിട്ട് നിങ്ങളുടെ 2 കരവും സ്വർഗത്തിലോട്ട് ഉയർത്തി, കർത്താവ്, എനിക്ക് ശക്തിയില്ല, എനിക്ക് കഴിവില്ല, എനിക്ക് അറിവുമില്ല, പക്ഷെ ഞാൻ അങ്ങയുടെ മുഖത്തേക്ക് നോക്കുന്നു, അങ്ങെനിക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവമാണെന്ന് പറയുമ്പോൾ സ്വർഗത്തിൽ നിന്നൊരു മറുപടി, മോളെ, നീ അതോർത്ത് ഭയപ്പെടേണ്ട, അത് കണ്ട് ഭയപ്പെടേണ്ട, അത് കണ്ട് നിരാശപ്പെടേണ്ട. ഐ വിൽ ഹാൻഡിൽ ഇറ്റ്. യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് തന്ന ദൂത് സ്വീകരിക്കുക, ധൈര്യമായിട്ട് മുന്നേറുക. ഇമ്മാനുവേൽ, ഈ ക്രിസ്തുമസ് ദിനത്തിൽ ദൈവം നമ്മോട് കൂടെയുണ്ട്. സോ കർത്താവ് കാര്യങ്ങളെ കൈകാര്യം ചെയ്തു. കർത്താവ് നമ്മുടെ കൂടെ ഇരിക്കും. കഷ്ടതയുടെ നടുവിലും, പ്രയാസത്തിന്റെ നടുവിലും, പ്രശ്നത്തിന്റെ നടുവിലും, സന്തോഷത്തിന്റെ നടുവിലും, നെടുവീർപ്പുകളുടെ നടുവിലും കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടല്ലോ. അതുകൊണ്ട് ഹി വിൽ ഹാൻഡിൽ ദ ഇഷ്യൂസ്. കേട്ടോ, കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വി ആർ ഷൈനിങ് ബൈ ദ പവർ ഓഫ് ഹോളി സ്പിരിറ്റ്. ഗോഡ് ബ്ലസ് യു.